ഞങ്ങളുടെ പ്രത്യാശ പറഞ്ഞുകൊണ്ട് നിർത്താം. ഇന്നാണ് ക്രിസ്തു വരുന്നെങ്കിൽ, ഇന്നാണ് ഞങ്ങളുടെ മരണ ദിവസമെങ്കിൽ, ഇന്നാണ് ആരെങ്കിലും ഞങ്ങളുടെ ശിരച്ഛേദം ചെയ്യുന്നെങ്കിൽ സുവിശേഷ നിമിത്തം ഞങ്ങളുടെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കും. നിത്യാനന്ദം ഞങ്ങളുടെ തലമേലിരിക്കും. കണ്ണുനീരില്ല, നിലവിളിയില്ല, ദുഃഖമില്ല, വേദനകളില്ലാത്ത ഈ മനോഹരമായിരിക്കുന്ന ജീവിതം ആസ്വദിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് കുറ്റമാണോ? സുവിശേഷം പറഞ്ഞത് കുറ്റമോ? പ്രിയപ്പെട്ട നിങ്ങളോട് സ്നേഹം കൊണ്ടാ സുവിശേഷം അറിയിക്കുന്നത്. അല്ല, നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാൻ സ്വാതന്ത്ര്യം ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ട നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് പാപിയായിട്ടാണ് പുരോഹിതന്മാരുൾപ്പെടെ അടക്കുന്നെങ്കിൽ ഏത് മതമായാലും ശരി, പ്രിയപ്പെട്ട ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഈ സൂര്യൻ അസ്തമിക്കാതെ പോയേക്കാം. അതെന്താണ്? അത് സാധ്യമാണ്. പക്ഷെ യേശുക്രിസ്തു മടങ്ങി വരുന്നുള്ള വചനത്തിന് ഒരിക്കലും മാറ്റമില്ലെന്നുള്ള സത്യം അറിഞ്ഞുകൂടെ. സൂര്യൻ ഉദിക്കാതിരുന്നാലും യേശുക്രിസ്തു മടങ്ങി വരുന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവുമില്ല. ആയാൽ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മാനസാന്തരപ്പെടാതെയാണ് മരിക്കുന്നെങ്കിൽ, പാപിയായിട്ടാണ് അളക്കപ്പെടുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേക്കും. ലോകാവസാന ദിവസം നിങ്ങളെ ചിലയിൽ വെച്ച തീയിൽ നിന്ന് ആ ചാരത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേക്കും. പമ്പയാറ്റിൽ അഴിയൊഴുകി ദ്രവിച്ചു പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇതേ രൂപത്തിൽ